കേരള സർവകലാശാലയിലെ കാവിക്കോടി ഏന്തിയ ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്ന് കോടതി ചോദിച്ചു. ആ ചിത്രം വെച്ചതുകൊണ്ട് കേരളത്തിൽ എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും കോടതി ചോദിക്കുകയാണ്. ഷബ്ന സിയാദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷബ്ന, ഏത് ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്? ബിനിൽ, ജസ്റ്റിസ് നഗരേഷിന്റെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ച് ഇന്നിപ്പോൾ ഈ കേസിൽ പോലീസിനോടും അതോടൊപ്പം തന്നെ VC-യോടും എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചത്. ഏതായാലും രജിസ്ട്രാർ ഇന്ന് ആവശ്യപ്പെട്ടിരുന്നത് തന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യണം, താൽക്കാലികമായി സ്റ്റേ ചെയ്യണം, പിന്നീട് ഈ ഹർജിയിൽ വിശദവാദം കേൾക്കണം എന്നായിരുന്നു. എന്നാൽ രജിസ്ട്രാർ സസ്പെൻഷൻ സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. രജിസ്ട്രാർ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചിരുന്ന മറ്റൊരു കാര്യം, സുപ്രീം കോടതി വിധികൾ പ്രകാരം എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രമേ VC-ക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളൂ. തന്നെ നിയമിച്ചത് സിൻഡിക്കേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഈ സസ്പെൻഷൻ നിയമപരമല്ല എന്നായിരുന്നു. എന്നാൽ കോടതി ഇതിൽ VC-ക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ട് എന്ന നിലപാടെടുക്കുകയും തിങ്കളാഴ്ച പരിഗണിക്കാനായി ഹർജി മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. സർവകലാശാല ഹാളിൽ പ്രദർശിപ്പിച്ച മതചിഹ്നമുള്ള ചിത്രം എന്താണ് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. സെക്യൂരിറ്റി ഓഫീസറാണ് ഇക്കാര്യം തന്നെ അറിയിച്ചത് എന്ന് രജിസ്ട്രാർ പറഞ്ഞു. ഈ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞ മതചിഹ്നം എന്താണ് എന്നറിയട്ടെ എന്നായിരുന്നു കോടതിയുടെ നിലപാട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ക്യാൻസൽ ചെയ്തത് എന്ന് അറിയിക്കണം, കൃത്യമായി ഇതിന്റെ വിശദീകരണം നൽകണം. ഭാരതാംബ എങ്ങനെയാണ് മതചിഹ്നമാകുന്നത്? ഇത് ദൗർഭാഗ്യകരമായ സംഭവമായി പോയി എന്നും കോടതി ഹർജിക്കാരനോട് പറയുകയുണ്ടായി. എന്താണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാനുണ്ടായ കാരണം? പെട്ടെന്ന് വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് എങ്ങനെയാണ് കണ്ടെത്തിയത്? എന്ത് ക്രമസമാധാന പ്രശ്നമാണ് കേരളത്തിൽ ഈ ഭാരതാംബയുടെ ചിത്രം വെച്ചതുകൊണ്ട് ഉണ്ടാകുന്നത് എന്ന് പോലീസ് അടക്കമുള്ളവർ വിശദീകരിക്കണം. ചിത്രം കണ്ടപ്പോൾ ഹിന്ദു ദേവതയായിട്ടാണ് സെക്യൂരിറ്റി ഓഫീസർക്ക് തോന്നിയത് എന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു. എന്തായാലും ഇത്തരം ഒരു പരിപാടി ക്യാൻസൽ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് വിശദീകരിക്കണം. അതിനുശേഷം ഈ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് പോലീസും നിലപാട് അറിയിക്കണം. തിങ്കളാഴ്ച ഏതായാലും ഈ ഹർജി വീണ്ടും പരിഗണിക്കാം എന്ന് വ്യക്തമാക്കി മാറ്റുകയായിരുന്നു. ഓക്കെ, ജസ്റ്റിസ് നഗരേഷിന്റെ ബെഞ്ചാണ് ഇപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ സ്റ്റേ ചെയ്തിട്ടില്ല ഹൈക്കോടതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. പല ചോദ്യങ്ങളും ചോദിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യം, ജസ്റ്റിസ് നഗരേഷ് ചോദിക്കുന്ന ചോദ്യം, ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്നും ആ ചിത്രം വെച്ചതുകൊണ്ട് കേരളത്തിൽ എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നും കേരള ഹൈക്കോടതി ചോദിക്കുകയാണ്. ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്.